നിങ്ങളെ പോലെ തന്നെ ഞാനും പേടിക്കാറുണ്ട്. നമുക്ക് വിചാരിച്ച ഐറ്റംസ് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുമോ, എന്താണ് നമ്മൾ സൈറ്റിൽ കാണുക, അത് തന്നെയാണോ നമ്മുടെ കയ്യിലേക്ക് എത്തുക, അങ്ങനെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് സാധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തണം. പിടിച്ചോ. വെയിറ്റിന് ഒരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിക്കും ഇല്ല. ഇതിന് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ നല്ല റോയൽ പാക്കിങ്ങിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. ക്വാളിറ്റി എന്നുള്ളത് അത് ആ ഒരു ടാഗ് ഇവർ എടുത്തു കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല. ഫ്ലോർ മാറ്റ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതും സിംഗിൾ പീസായിട്ട് കിട്ടും, ക്വാളിറ്റി ഉള്ളത് കിട്ടും. പല മോഡൽസ് പല പ്രിന്റിൽ അവൈലബിൾ ആണ്. നമുക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ കുറച്ച് പേടിക്കാറുണ്ടല്ലോ, നിങ്ങളെ പോലെ തന്നെ ഞാനും പേടിക്കാറുണ്ട്. നമുക്ക് വിചാരിച്ച ഐറ്റംസ് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുമോ, എന്താണ് നമ്മൾ സൈറ്റിൽ കാണുക, അത് തന്നെയാണോ നമ്മുടെ കയ്യിലേക്ക് എത്തുക, അങ്ങനെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യാത്ര തേടി ഞാൻ വന്നിരിക്കുന്നത് ഗോഡൗണിലേക്ക്. അപ്പോൾ എന്തിൻ്റെ ഗോഡൗൺ, ഏതിൻ്റെ ഗോഡൗൺ ആണെന്ന് ചോദിച്ചാൽ നിറയെ സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ നടക്കാൻ തന്നെ പറ്റണമെന്നില്ല. അപ്പോൾ എവിടേക്കാ പറഞ്ഞത്, ഇവിടെ നിൽക്കുക. ഹായ്, എന്താ പേര്? രേഖ എന്നാണ് പേര്. രേഖ. സാധാരണ നമുക്ക് ആർക്കും ഇവിടെ പ്രവേശനം ഇല്ല. നമ്മൾ സാധാരണ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലേക്ക് എത്താറാണ് പതിവ്. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് നേരിട്ട് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും വേണം, എനിക്ക് മേടിക്കും വേണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നത്? നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ, കിച്ചൺ ടവൽസ് എല്ലാം ആണ് ഓൺലൈനിൽ കിട്ടുന്നത്. ഇതിപ്പോൾ സ്റ്റീൽ പാത്രത്തിന്റെ ഗോഡൗൺസ് ആണ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം നമ്മൾ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഇതിപ്പം ജഗ്ഗാണ് വരുന്നത്, വാട്ടർ മഗ് വരുന്നുണ്ട്, പിന്നെ ബാക്കി കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഗോഡൗൺ ആണ് ഇവിടെ. അപ്പൊ ശരിക്കും ഇത് നമുക്ക് സാമ്പിൾസ് ഒക്കെ അല്ലെങ്കിൽ നമുക്കൊന്ന് കാണാൻ വേണ്ടിട്ട് എന്താണ് ഒരു മാർഗം? സാധാരണ യൂണിറ്റിലോട്ടുണ്ട്, ഡിസ്പ്ലേ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടോ? അടിപൊളി. അപ്പൊ ആക്ച്വലി ഇതെന്ന് പറയുമ്പോൾ ഒരു ഗോഡൗൺ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്യണം അത് ബൾക്കായിട്ട് ഇവിടുന്ന് തന്നെയാണ് ഡിസ്പാച്ച് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങൾ ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ കാണിക്കാനും അതുപോലെ തന്നെ ഞാൻ ഫീൽ ചെയ്യണം. എനിക്ക് ഇത് ശരിക്കും ജെന്യൂൻ ആണ്. സാധാരണ ഈ എന്താ പറയാ, നമ്മളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് അല്ല നമ്മുടെ കൈക്ക്. പക്ഷെ നോക്കുമ്പോ നോക്കാം, ഇത് നല്ല വെയിറ്റ് ഉള്ള സാധനം, എടുത്ത് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ വാട്ടർ മഗ് ആണ് വരുന്നത്. നോക്കാം, ഒരു സാധനത്തിന് തന്നെ നമുക്ക് നല്ല വെയിറ്റ് ആണ് വരുന്നത്. ഇതിപ്പം അപ്പൊ വെയിറ്റ് ഉണ്ട്, അതിന്റെ അർത്ഥം ക്വാളിറ്റി ഉണ്ടെന്ന് അർത്ഥം. എന്താ പറയാ, ലൈറ്റ് വെയിറ്റ് ഉള്ള സംഭവം ആണെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്, കംപ്ലൈന്റ് കൂടുതൽ വരാൻ ചാൻസസ് ഉണ്ട്. ഇനി ഇത് ഏതാ ബ്രാൻഡ് എന്താണോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കലം നോക്കിക്കോ. വാവ്, നമ്മള് വീട്ടമ്മമാർക്ക് ഈ കിച്ചൺ ഐറ്റംസ് ഒക്കെ കയ്യിൽ കിട്ടാന്ന് പറയുമ്പോൾ ഒരു രസം വേറെ തന്നെയാണല്ലേ. അപ്പൊ ഇതിന്റെ ഫുൾ എന്താ പറയാ, നമുക്ക് ഡിസ്പ്ലേ ഒന്നും കാണാം. ഇവിടെ ഈ എന്താ പറയാ, സ്റ്റീലിന്റെ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, നമുക്ക് അല്ലാതെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പം ഫ്ലോർ മാറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്, അതുപോലെ ടവൽസ് എവിടെയോ കണ്ടുല്ലോ ഞാൻ. ടവൽസ് ഉണ്ട്, അതിന്റെ കൂടെ ഡിസ്പ്ലേ മേളിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ ഏരിയയിലേക്ക് പോവാം. എന്തായാലും ഈ ഗോഡൗൺ അവിടെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് സാധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തണം. പിടിച്ചോ. അപ്പൊ എന്തായാലും പോവാം. നമുക്ക് ഡിസ്പ്ലേ റൂം ആണെന്ന് പറയുന്ന കൂട്ടത്തിൽ ഇത് നമ്മുടെ സ്റ്റുഡിയോ റൂം കൂടാണ്. ആ സ്റ്റുഡിയോ റൂമോ? സാധാരണ ഫോട്ടോ എടുക്കാതെ സ്റ്റുഡിയോ എന്നൊക്കെ കേട്ടിട്ട് എന്ത് സ്റ്റുഡിയോ? ഇത് നമ്മുടെ പാത്രങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന റൂമാണിത്. ഇവിടാണ് എല്ലാം ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ്സ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് മാറിക്കൊണ്ടിരിക്കും, ഓരോ ദിവസവും മാറും. ഓക്കെ. അപ്പൊ ഇഷ്ടം പോലെ ചെറുത് തൊട്ട് വലുത് വരെ എല്ലാം പ്രോഡക്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റീലിന്റെ ഉണ്ട്, അതുപോലെ തന്നെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഉണ്ട്. പ്ലാസ്റ്റിക് അല്ല, ഇത് നമുക്ക് മൈക്രോവേവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് വെറും പ്ലാസ്റ്റിക് അല്ലാതെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. നമുക്ക് എഴുതിയിട്ടുണ്ട്, നോക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയാനായിട്ട് നമുക്ക് മൈക്രോവേവിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോഡക്റ്റ് ആണ്. അതില് സൈസസ് ഡിഫറെന്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പൊ ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ്, ഫുൾ കളർഫുൾ ആയിട്ട് മഞ്ഞായിട്ട് എല്ലാ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പിടിച്ചാലോ? കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ചെറുത് തൊട്ട് വലുത് വരെ എല്ലാ ഐറ്റംസും. നമുക്ക് ഡീപ് ഡബ്ബയാണ് വരുന്നത്. ഇപ്പൊ ചെറിയ ഐറ്റം നമ്പർ 7 തൊട്ട് ഇതിന്റെ ഹൈറ്റും വിട്ടും എല്ലാം നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വെയിറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. സൈറ്റില് വെയിറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വെയിറ്റും ഫുള്ളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ്, അതിന്റെ ലെങ്ത്, ഇതൊക്കെ. അപ്പൊ നമുക്ക് അവിടെ ഇരുന്നോണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു ഡൗട്ട് വരെ ഉണ്ടാവില്ല. ഒരാളോട് വിളിച്ചു ചോദിക്കേണ്ട പോലെ ആവശ്യമില്ല. എല്ലാം
സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സിംഗിൾ പീസ് ആയിട്ട് ഇത് മേടിക്കാൻ പറ്റുമോ? മേടിക്കാൻ പറ്റും. പറ്റും. ഓക്കെ. അപ്പൊ ഇതിന്റെ ചെറിയ ക്യൂട്ടായിട്ടുള്ളത് ഇരിക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത്. നല്ല ഭംഗി ക്യൂട്ടായിട്ടുള്ള നമുക്ക് കറിപാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാശൊക്കെ ഒളിപ്പിച്ച് കേട്ടോ അല്ലെ, പൊടി ഐറ്റംസ് കാര്യങ്ങൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ ഇത് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ ഉള്ളതിന്റെ ഫുൾ നമുക്ക്. അപ്പൊ ഇത് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഓരോ ഇത് വ്യത്യാസങ്ങൾ. ഇത് ഇപ്പൊ കുറച്ച് വീതി കൂടിയതാണെങ്കിൽ ഇത് കുറച്ച് റൗണ്ട് ഷേപ്പ് ഇത് റൗണ്ട് ഷേപ്പിലാണ്. നമുക്ക് കട്ട് ഡബ്ബ എന്നാണ് ഇതിന് പറയുന്നത് നമ്മള് കൂടുതലും. ഇത് നമുക്ക് ഡീപ് ഡബ്ബ വരുമ്പോൾ ഇത് നീളം ഹൈറ്റ് കൂടുതൽ വരുന്നുണ്ട്. ഇത് നമുക്ക് വീതിയാണ് കൂടുതൽ വരുന്നത്. അതിലും സൈസസ് അവൈലബിൾ ആണ്. പല സൈസസ് നമുക്ക് അവൈലബിൾ. നമ്മുടെ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനുള്ള എല്ലാ ചെറിയ സൈസ് ഇതൊക്കെ നോർമലി നമ്മളെല്ലാം ഷോപ്പിൽ കാണുന്നതാണ്. അവിടെ നിന്നും എന്താണ് ഇവിടേക്ക് വരാനുള്ള കാരണം, എന്താണ് ഇവിടെ വ്യത്യാസം? ഞങ്ങൾ പറയുന്ന വെയിറ്റ്. ഓൺലൈനിൽ വരുമ്പോൾ സാധാരണ വെയിറ്റ് കുറവാണെന്നാണ് പറയുന്നത്, പക്ഷെ നമുക്കിത് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ആ വെയിറ്റും നമ്മൾ ഓൺലൈൻ സൈറ്റിൽ അവൈലബിൾ ആയിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയ എല്ലാതും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. വിത്ത് ലെങ്ത്, വിഡ്ത്ത്, വെയിറ്റ്, പ്രൈസ് എല്ലാം. ലൊക്കേഷൻ ഒഴിച്ച് ബാക്കിയല്ലാതെ അതിലുണ്ടാവും. ഇതിന്റെ നമ്മളെ ഓപ്പണിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരെ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പേജസിലും കാണാം. ശരിക്കും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. വീഡിയോ ആയിട്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. എന്താ പേജിന്റെ പേര്? സെറ്റ്ബെക്സ്. ഓക്കെ. അപ്പൊ എന്തായാലും അതിന് വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ പ്രൊഡക്റ്റ് ആണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ വരെ എത്തി. ഇനി ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പല മോഡൽസില് റിംഗ് ഹണ്ടി എന്നാണ് ഇതിന് പറയുന്ന പേര്. നമുക്ക് നോക്കാം. ഇങ്ങനെ കറികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇട്ട് വെക്കാനും നമുക്ക് സെർവിങ് ആയിട്ട്. അതല്ലാതെ നമുക്ക് ഇൻഡക്ഷനിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റും. ഓ, അപ്പൊ രണ്ടിനും കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്യാസിലും വെക്കാം, സെർവ് ചെയ്യാനും പറ്റും, ഇൻഡക്ഷൻ കുക്കറിലും വെക്കാൻ പറ്റും, എല്ലാം കൂടി ഒരു 3-in-1. അതെ അതെ. അപ്പൊ അതിന് വിത്ത് ലിഡ് വേണം. ഇങ്ങനെ ലിഡ് ഉണ്ട്. ലിഡ് ഇല്ലാത്തത് വേണമെങ്കിൽ അങ്ങനെ അതിന്റെ സൈസസും അവൈലബിൾ ആണ്. ഇതിന്റെ സൈസസ് ഇപ്പം ഇവിടെ വരെ മുട്ടിയത് കൊണ്ട് ആ ഒരു 3 സൈസ് പല അല്ല, നമുക്ക് ഇപ്പൊ ഇത് 3 സൈസസ് ആണ് വരുന്നത്. പക്ഷെ ഇനി നമുക്ക് അപ്ഡേറ്റ് ആവുന്നതനുസരിച്ച് സൈസസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് റിംഗ് ഹണ്ടി ആണ്. ഇത് നമുക്ക് സെർവിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതും സെയിം ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ നമ്മൾക്ക് ഡീപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ കാണുമ്പോ തന്നെ നല്ല സുന്ദരി ഇല്ലേ? സുന്ദരിയല്ലേ? അതെ. അപ്പൊ അത്രയും തിളന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിന്റെ സെർവിങ് ബൗള്. പല രീതിയിലുള്ള നമുക്ക് സെർവിങ് ബൗൾസ് ഉണ്ട്. വാവ്, ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത്. സാധാരണ വിട്ടിട്ടുള്ള എല്ലായിടത്തിനേക്കാളും മാറ്റം വരുത്തുന്നത് നമ്മുടെ ഇവിടെ വെയിറ്റ് ആണ് കേട്ടോ. അതില് ഉരുളി ടൈപ്പ് ആയിട്ടുള്ളത് കേരള സ്റ്റൈൽ ഉരുളിയാണ് വരുന്നത്. ഇപ്പൊ ഒരു കസ്റ്റമർ നമ്മളോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ബോട്ടം എന്താ വെയിറ്റ് ഉണ്ടോ ഇല്ലയോ, കട്ടിയാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ട് മേടിച്ചതാണ്. അവര് വരെ ഇത് പ്രോഡക്റ്റ് കണ്ടിട്ട് പറഞ്ഞു നല്ല പ്രോഡക്റ്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാതിക്കിന്റെ മുന്നിൽ ഈ ഒരു പ്രോഡക്റ്റ് എത്തും. അത്രയും ഉറപ്പാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്ലാസുകളുടെ നല്ല ഭംഗിയിലിരിക്കുന്ന നോർമൽ ഗ്ലാസ് അല്ല, കപ്പ് കോഫി മഗ് ആയിട്ട് വരും. പല ഡിസൈൻസ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് ഒരു സ്റ്റൈലിലൊക്കെ ഇങ്ങനെ കപ്പിൽ ഇതൊക്കെ ഗിഫ്റ്റ് വരെ കൊടുക്കാൻ പറ്റൂല്ലേ? ഐറ്റംസ് നമ്മൾ പറയുന്നുണ്ട്. ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് നമുക്കിപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? ഞങ്ങൾ പിന്നെ മേടിച്ചിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണോ എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മൾ അവരുടെ അഡ്രസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരുടെ അഡ്രസ്സിൽ ഡയറക്റ്റ് ഗിഫ്റ്റ് വാപ്പ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു ടെൻഷനും ഇല്ല. ഇത് ഗ്ലാസ്സിൽ തന്നെ, ഗ്ലാസ് എന്ന് പറയാൻ പറ്റില്ല, മഗ് ഇപ്പോഴത്തെ പുതിയ സ്റ്റൈല്, പുതിയ മോഡൽ പേരുകളൊക്കെ ഇതെല്ലാം നമുക്ക് ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ പറ്റുന്ന കോമ്പോസ് വരെ നമ്മൾ നമ്മുടെ ആപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിപ്പം പവാലിയാണ് വരുന്നത്. ഇത് ഓരോരോ സ്റ്റോറേജ് ഐറ്റം. പവാലിന്നാണോ ഇതിനെ പറയുന്നത്? അതെ അതെ അതെ. ശരി. ഓരോരോ പാത്രത്തിന്റെ പേരുകൾ. ഇതിപ്പോ നമുക്ക് ഹിന്ദി റിലേറ്റഡ് പേരുകളാണ് കൂടുതലും പറയുന്നത്. നമുക്ക് സ്റ്റോറേജ് ഡബ്ബ. ഓക്കെ. അപ്പൊ ഇതിന് ഈ ഒരു ലിഡ് അടക്കമായിട്ടാണ് വരുന്നത്. ഇതിലും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും എനിക്ക് ഈ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ക്വാളിറ്റി മെയിനായിട്ട് നമ്മൾ സാധാരണ മേടിക്കാൻ മുമ്പ് ചെക്ക് ചെയ്യണത് ഈ വക്കിന്റെ പോർഷനിൽ ഫിനിഷിങ്, നമ്മുടെ കൈ മുറിയുണ്ടോ, നമ്മുടെ വിരൽ മുറിയുന്നുണ്ടോ, കുട്ടികൾക്ക് പിടിക്കുമ്പോൾ വല്ല ഹാമാവോ, അങ്ങനത്തെ സംഭവമൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാറ്. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ കാര്യത്തിൽ പക്ക അല്ല. ഓക്കെ. ഇത് നമുക്ക് ഡിഷസ് ആണ് വരുന്നത്. സിൽവർ വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് റൂമിൽ കുറച്ചൊരു പ്രീമിയം ലുക്കിന് ഇത് നല്ലതാണ്. റോയൽ ലുക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതിൽ സ്റ്റീലും അതുപോലെ തന്നെ ലിഡിൻ്റെ ഇത് ഒരു ഗോൾഡ് ഷെയ്ഡിൽ വരുന്നുണ്ട്. ഞാൻ കൂടുതൽ ഗോൾഡാണ് പ്രിഫർ ചെയ്യുക.
അതും ഇത് നല്ല വെയിറ്റും ഉണ്ട്, നല്ല ടൈറ്റും ഉണ്ട്. അത് എടുക്കാൻ വരെ നോക്കിയപ്പോൾ അത് പറ്റുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല എയർ ടൈറ്റ് ഫീലിംഗ് കൂടിയാണ് ഇത് വരുന്നത്. നല്ല ടൈറ്റോട് കൂടിയിട്ടാണ് കേട്ടോ. ഇത്രയ്ക്കും കട്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട്ടോടെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടൈറ്റ്, നല്ല എയർ ടൈറ്റിൽ. ഇതിൻ്റെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. റേറ്റ് ഇനി നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതിൽ ഗോൾഡും അതുപോലെ തന്നെ സിൽവർ, രണ്ട് കോമ്പിനേഷനാണ് വരുന്നത് അല്ലേ. ഇതാ 2 കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. അതും എയർ ടൈറ്റിൽ നമുക്ക് ചൂട്ടോടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. പിന്നെ ഇത് ഗ്ലാസ്, നമുക്ക് സ്റ്റീലിന്റെ ഗ്ലാസ് പല വെറൈറ്റീസ് ആയിട്ട് വരുന്നതാണ്. ഡിസൈൻസ് കണ്ടോ, നമുക്ക് ഡിസൈൻസിൽ ഒരു റോയൽ ലുക്ക് വരും. ഓരോരോ ഗ്ലാസ്സിനും ഓരോരോ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടല്ലേ. അതിന്റെ ഇടയിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സംഭവം ഇരിക്കുന്നുണ്ട്. ഗീ പോട്ടാണ്. ഗീ പോട്ടാണ് നമ്മള് നെയ്യൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോട്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഓരോരോ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത് നോർമൽ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു സംഭവം തന്നെയാണ് വരുന്നത്. വലുത് ഇതിന്റെ ചെറിയ ഐറ്റംസ് ആണ് കട്ട് ടോപ്പ് ആയിട്ട് നമുക്ക് ഇത് വരുന്നത്. ഗ്ലാസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സീരിയസ്ലി ഞാൻ തന്നെ പറയാം, 100% ഉറപ്പായിട്ട് തന്നെ പറയാം, നല്ല വെയിറ്റ് ഉണ്ട്. നല്ല നമുക്ക് ഈ പിടിക്കുമ്പോൾ തന്നെ ഒരു കട്ടി, സ്റ്റീലിൻ്റെ പാത്രം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കിട്ടും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ തന്നെ നമ്മൾ ഈ കട്ടി പിടിച്ച് നോക്കണം, എന്നാലാണ് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് നല്ല സൂപ്പർ. നമുക്ക് കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മൾ എന്തായാലും വിടില്ല, ആ ഒരു കാര്യത്തിന് ഉറപ്പ്. ഇതെങ്ങനെ ഇങ്ങനെയാണ് സൂപ്പർ. പിന്നെ ചായ വെക്കുക, ഇത് വേറൊരു ടൈപ്പോ? അതെ, എൻ്റെ അമ്മേ വെയിറ്റ് ഉണ്ട്. കാസ്ട്രോൾ ആണ് വരുന്നത്. ഇത് ഇപ്പൊ ലോക്ക് ഉണ്ട്, ഈ ലോക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഞാൻ ചെയ്യില്ല, എൻ്റെ നഖം പൊട്ടും. ഇല്ല, ഇവിടെ ലോക്ക് വിട്ടിട്ടില്ല, കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. ഇതാ വാവ്, ഇത് മസാല ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ സെർവിങ് ഇതായിട്ട് യൂസ് ആയിട്ട്. ഇത് പിടിച്ചാൽ പറ്റില്ലേ? ഇത് നമുക്ക് 2-3 ടൈപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ മസാലയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കറികൾ വെച്ചിട്ട്, നമുക്കിപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ 2 ആളുണ്ടെങ്കിൽ അപ്പോൾ കറികൾ വെച്ചിട്ട് മേശമ വെച്ചിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ലോക്കായി അവിടെ ഇരുന്നോളും. എന്തായാലും ഇത് ഉള്ളിൽ തന്നെ വെച്ചോ. ഇതിൻ്റെ ഇപ്പോൾ ഈ കാണിക്കുന്നത് മൊത്തം ഫ്രഷ് പീസ് ആയിരിക്കട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് ഇവർക്ക് വീഡിയോസ് എടുത്ത് വെക്കാനുള്ളതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇപ്പൊ പാത്രങ്ങളുടെ കുറെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാം. ഇതുപോലെ ചീഞ്ചട്ടി, കടായി. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ ചീഞ്ചട്ടി പറയല്ലോ. 19 വയസ്സായില്ലേ, പഴയ കാലത്തെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. നല്ല വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സ്. വെയിറ്റിന് ഒരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിക്കും ഇല്ല. പിന്നെ എന്തിനാണ് കോംപ്രമൈസ്? റേറ്റിന്റെ കാര്യത്തിലാണോ? എങ്ങനെയാ റേറ്റിന്റെ കാര്യത്തിൽ? ക്വാളിറ്റി ഉണ്ട്. നമ്മള് പ്രീമിയം പ്രോഡക്റ്റ് നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അഫോർഡബിൾ റേഞ്ചിൽ ക്വാളിറ്റി ഉള്ളത്, വെയിറ്റ് ഉള്ളത്, നല്ല പ്രീമിയം ക്വാളിറ്റി കേട്ടോ വരുന്ന ഐറ്റംസ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. മഗ്ഗിനായാലും എല്ലാത്തിനും നല്ല വെയിറ്റോട് കൂടിയിട്ടാണ്. അത്യാവശ്യം എന്താ ഇത് ഫുൾ കാണുന്നത് നമുക്ക് ഒരു വെസൽസ് തന്നെ പാത്രങ്ങൾ, പലതരം പാത്രങ്ങൾ. ഇനി ഇഡ്ഡലി ചെമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ അറിയാം, എല്ലാവർക്കും ഉള്ള ഒരു ഇഡ്ഡലി ചെമ്പ് പോലത്തെ തന്നെ സംഭവങ്ങളാണ്. അതിൽ ചെറുത് വലുത്, അത് പല തട്ടിലായിട്ട് പല രീതിയിൽ നമുക്ക് 9 ഇഡ്ഡലിയുടെ ഇതാണ് വരുന്നത്, എണ്ണമാണ് വരുന്നത്. 9 ഇഡ്ഡലി ഉണ്ട്, 12 ഇഡ്ഡലി, 14 ഇഡ്ഡലി, 18 ഇഡ്ഡലി വരെ നമുക്കുണ്ട്. പിന്നെ ഇഡ്ഡലിയുടെ തന്നെ ഒരു വെറൈറ്റി ആണ് ഇപ്പൊ നമുക്ക് ഈ സ്ക്വയർ ഇഡ്ഡലി, ഇതാണ് ഇപ്പൊ ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പൊ എവിടെ നോക്കിയാലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഡ്ഡലിയാണ് നമ്മുടെ. ഇതിപ്പോ എത്ര ഇതാ വരുന്നത്? 24-ന്റെ ആണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടിയും സേഫാണ്, കുറച്ചുകൂടിയും കൂടുതൽ നമുക്ക് ഇഡ്ഡലി ഒരു ഒറ്റ ടൈമിൽ ഗ്യാസ് ലാഭിക്കാം, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ സ്റ്റീലിന്റെ കാര്യത്തിൽ പക്ക സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ് വരുന്നത്. ഇനി ആവി പോകാനുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയൊക്കെ ഓട്ടയൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ. നോർമലി ഇപ്പൊ ഈ ഒരു ഇഡ്ഡലി പാത്രം നമ്മൾ എല്ലായിടത്തും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അത് ഇഡ്ഡലിയുടെ ഓരോരോ ഇതനുസരിച്ച് എണ്ണത്തിന്റെ അനുസരിച്ചിട്ടാണ്. ഇതാകുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്. 24 ഉണ്ട്. 24 കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് 32, അങ്ങനെ എണ്ണത്തിന് കൂടുതൽ നമ്മൾ പല ഡിഫറൻസ് വെറൈറ്റി സൈസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഫിനിഷിംഗ് കൂടി നോക്കാണ്ട്. എനിക്ക് ഈ സാധാരണ ഒരു സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിലും നമുക്ക് ഫിനിഷിംഗ് നോക്കണമല്ലോ. അപ്പൊ ഇതിന്റെ ഫിനിഷിംഗ് നോക്കുകയാണെങ്കിൽ ശരിക്കും അടിപൊളി കേട്ടോ. ഇതിൽ ഓരോ ഈ ഒരു തട്ടിന് വരെ വെയിറ്റ് ഉണ്ട് കേട്ടോ. നോർമൽ ഇത് ഫുൾ ഓൾറെഡി വെയിറ്റ് ഉള്ളതാണ്. ഈ ഒരു തട്ട് പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ 24 ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഡ്ഡലി. അപ്പോൾ വൈറൽ ഇഡ്ഡലി കഴിക്കാം. പിന്നെ നമുക്കിത് ഡിഷസിന്റെ തന്നെ ചെറിയതാണ്. റോയൽ പ്രീമിയം ഇല്ല, കുറച്ച് ഇതാ
ഇതിലും നല്ല എന്താ പറയുക ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല വെയിറ്റോട് കൂടിയിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇനി പറഞ്ഞിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം, കാരണം ക്വാളിറ്റി എന്നുള്ളത് അത് ആ ഒരു ടാഗ് ഇവർ എടുത്തു കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല. ഇതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കണ്ടോ, ഫുൾ ഡിസൈനോട് കൂടിയിട്ട് കേട്ടോ. നല്ല ഓരോരോ ഡിസൈൻസോ ഓരോരോ ഇതിനും വരുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും എന്ന് വെച്ചാൽ സൈസസിന്. ഇനി ജഗ്ഗിൽ തന്നെ പലതരം ഡിസൈൻസ്, അതൊന്ന് നമുക്ക് ഒന്ന് അടുത്തേക്ക് വന്ന് നോക്കാം കേട്ടോ. ഫുള്ള് എടുക്കേണ്ടി വരുമോ? അവിടെ തന്നെ വെച്ചോ, നമുക്ക് ആളെ ഇങ്ങോട്ട് വെളുപ്പിക്കാം. ജഗ്ഗിൻ്റെ പലതരം ഡിസൈൻസ് ആണ് കാണുന്നത്, അതും നല്ല അടിപൊളി ഷെയ്ഡ്, പല മോഡൽസ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ വെക്കുന്നു. ഇപ്പൊ നമുക്കുള്ളത് ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെ സൈസ് ഉണ്ട് ഇല്ല, നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ജഗ് ഈവൻ സ്പൂൺ തൊട്ടിട്ട്, സ്പൂൺ എന്ന് പറയുമ്പോൾ നോർമൽ സ്പൂൺ അല്ല, ഞാൻ കടുവ തന്നെ ഞെട്ടിപ്പോയി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു. പിന്നെ കുക്കർ, കുക്കർ നമുക്ക് ഇത് 1.5 ലിറ്ററിന്റെ ആണ് കുക്കർ വരുന്നത്. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ ഇത് 1.5 ആണെന്നുള്ളത്. അതിൽ നമുക്ക് പല 4 ലിറ്റർ വരെ ഉണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അല്ലേ, സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള ഒരു കുക്കറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കുക്കറും നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കുക്കർ ഇവിടെ ഇരിക്കട്ടെ, അതിന് പല മോഡൽസ് വരുന്നുണ്ട്, പല ലിറ്ററിൽ വരുന്നുണ്ട് അല്ലേ? ഇതിപ്പം ബീഡിങ്, ഇത് കടായി തന്നെ വേറെ ബീഡിങ് സ്പെഷ്യൽ കടായി. ഇതിനാണോ ബീഡിങ് ഉദ്ദേശിച്ചത്? ബീഡിങ് മടക്ക് വരുന്നതിനാണ് നമ്മൾ ബീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഇതില്ലേ, നല്ല ക്ലാസി ലുക്ക്, നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് എന്നൊക്കെ പറയില്ലേ? വെയിറ്റ് ഉണ്ട് കേട്ടോ മക്കളെ. നമുക്കിതിപ്പോ സാൻഡ്വിച്ച് പോട്ട്, ഇത് ഒരു എക്സ്ട്രാ ലെയറും കൂടെ വരും ഇതിനകത്ത്. അതിനാണോ സാൻഡ്വിച്ച് പോട്ട്? ഒരെണ്ണത്തിന് മുകളിൽ ഒരെണ്ണോ? അപ്പൊ ഇതാവുമ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അടി പിടിക്കില്ല. ഇല്ല, അതിന് ക്വാളിറ്റി ഇതുണ്ട്. ഇത് കുറച്ചുകൂടെ ചൂട് കുറച്ച് വെച്ചിട്ട് വേണം പാചകം ചെയ്യാൻ വേണ്ടിട്ട്, അപ്പൊ പെട്ടെന്ന് അടിക്ക് പിടിക്കത്തില്ല. ഓക്കെ, അപ്പൊ അതിന്റെ സൈസസ് ആണ് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള്. ഇപ്പൊ ഇനി ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി കാണാൻ പറ്റും. പിന്നത്തെ കുറെ ചെറിയ സംഭവങ്ങൾ തൊട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇത് നമുക്ക് കിച്ചൺ ടവൽസും കാര്യങ്ങളാണ് വരുന്നത്. പാത്രത്തിന്റെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിൽ കിടക്കാം. ആദ്യം പാത്രം പാചകം, അത് കഴിഞ്ഞിട്ട് വേണ്ട കിച്ചണോണ്ട് നമ്മൾ ടവലുകൊണ്ട് തുടക്കലും പിടിക്കലും വേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഇവിടെ ചെറിയ ഡീറ്റെയിലിംഗ് വരെ ഇവിടെ. വാവ്, എന്ത് രസമല്ലേ? ടീസ്പൂൺസ് പല രീതിയിലുള്ളതാണ്. നോക്കിയാ ഇത് അപ്പൊ ചൂട് കൊള്ളുമ്പോ ഇത് കംപ്ലൈന്റ് വരാൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ലേ? നല്ല ക്യൂട്ട്. അപ്പൊ ഈ കാണിക്കുമ്പോ ഇത് എത്ര പീസിന്റെ സെറ്റാ വരാ? 6 പീസിന്റെ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ പാക്കിംഗ് ആണോ ഇരിക്കുന്നത്? ഓ, പാക്കിങ്ങും അടിപൊളിയാണല്ലോ. നല്ല പ്രീമിയം പാക്കിങ് കേട്ടോ, കണ്ടോ? നല്ല പ്രീമിയം പാക്കിങ്ങോട് കൂടിയിട്ടായിരിക്കണം. അപ്പോൾ 6 പീസിന്റെ ഒരു സെറ്റ് എടുക്കണം. അപ്പോൾ റേറ്റ് അതിനനുസരിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു പീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ സ്പൂണിൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഒരു വക്കിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലേ? നമ്മുടെ ടീസ്പൂൺസ് എല്ലാം സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് 6 പീസിന്റെ സെറ്റ് ആണ് വരുന്നത്. സെറ്റ് അതും നല്ല ക്യൂട്ടായിട്ട്, അതും പല കളേഴ്സിലും അവൈലബിൾ ആണല്ലോ. ഇതൊക്കെ കളേഴ്സിലുണ്ട്, വുഡിലുണ്ട്. ഐസ്ക്രീം കഴിക്കാനെല്ലാം പറഞ്ഞു ഉറപ്പിക്കല്ലേ, അങ്ങനെ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് കൊതിയാവണു. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, ഇത് കുറച്ചുകൂടി റോയൽ ടൈപ്പ് ആയിട്ടുള്ളതാണ് ഈ ഒരു സ്പൂൺ വരുന്നത്. ഇതിൽ നമ്മൾ സൈഡിൽ നമ്മൾ ഡിസൈൻസ് പറയുന്നുണ്ട്, ഡിസൈൻസ് അതുപോലെ ഗോൾഡിന്റെ ചെറിയൊരു ബീഡ് വർക്ക്, ഒരു നല്ലൊരു രാജാക്കന്മാരുടെ വീട്ടിലൊക്കെ കൂടുതൽ അങ്ങനെ ഒരു ഗോൾഡിന്റെ അതൊക്കെ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ പുട്ട്, ചിരട്ടപ്പുട്ട്. അപ്പോൾ ഇതിലും ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിരട്ടപ്പുട്ടിൻ്റെ പിന്നെ നോർമലുണ്ട്, എല്ലാ തരം ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ കിച്ചണിലേക്ക് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ കയറിക്കോ ഈ ഒരു സൈറ്റിലേക്ക്. ഏത് സൈറ്റിലേക്ക് അത് ഞാൻ പിന്നീട് പറയാം എന്തായാലും. അപ്പോൾ ഈ ഒരു സംഭവമായി. പിന്നെ നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പർ സിനിമ കണ്ടുണ്ടോ? ഇല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഇവൺ ചെറിയ സംഭവം നമുക്ക് വീട്ടമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് 12 സെറ്റ് ആ ഒരു രീതിയിലാണ് നമുക്ക് സെറ്റ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ക്ലിപ്പിന്റെ വലിപ്പവും വ്യത്യാസമുണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. ഇത് കണ്ടോ ഓരോ സെറ്റുകള്. പിന്നെ ഇതെന്താ വ്യത്യാസം? നമ്മൾ സാധാരണ ക്ലിപ്പ് പഠിക്കുമ്പോൾ പുറത്തത്തെ ഇത് കാണുമ്പോൾ ഇവിടുത്തെ വെച്ച് പെട്ടെന്ന് ഒടിഞ്ഞു പോകത്തില്ല, ഒടിഞ്ഞു പോവില്ല. മഴയായാലും വെയിലായാലും യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ക്ലിപ്പ്. എന്റെ ടൈറ്റിൽ മേടിച്ചു വെക്കിരിക്കോട്ടോ, അത് ഞാൻ എടുത്തു കഴിഞ്ഞു. ഓക്കെ, പിന്നെ വരുന്നത് മസാല ബോക്സ് ആണ്, മസാല ഡബ്ബ. ഇതിന് തന്നെ പല ഡബ്ബ, പല വെറൈറ്റി, പല സൈസസ് വരുന്നുണ്ട്. ഇതിപ്പം ഇത്രയും സെയിം
കണ്ടന്റ് തന്നെയാണ് വരുന്നത്, പക്ഷെ പല വലിപ്പത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് 7 എണ്ണത്തിന്റെ, അത് 14 എണ്ണത്തിന്റെ വരുന്നുണ്ട്. അങ്ങനെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു സംഭവം മൂടിയുണ്ട്, അതിന്റെ മുകളിൽ ഈ ഒരു മൂടിയുണ്ട്. ഇനി ഇത് വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഇത് ഫുൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ മസാലാസ് ഇതിനകത്ത് വെക്കാൻ പറ്റും. അതെ, അപ്പോൾ അങ്ങനെ ഈവൻ ചെറിയ ചെറിയ ഐറ്റംസ്, ഇനി ഇത് വേണമെങ്കിൽ കറി പാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓപ്ഷൻസ് ആണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതും എല്ലാം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാം, നമ്മൾ വെറുതെ പറയണതല്ല. ഞാൻ സാധാരണ നമ്മൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമുക്കൊരു പേടിയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണോ ഈ സംഭവം എത്തുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഗോഡൗണിലേക്ക് ഞാൻ വന്ന് എത്താന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെബ്സൈറ്റിലൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ, എനിക്ക് എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വെബ്സൈറ്റിൽ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പേടി എനിക്ക് ഇവിടുന്ന് മാറി കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് മീൽ പ്ലേറ്റ് നോക്കാം. ഇത് പല വെറൈറ്റീസ്, കഴിക്കേണ്ട സമയമായി. പല വെറൈറ്റിയിലുള്ള പല വെറൈറ്റീസ്. അപ്പൊ ഈ കാണുന്നത് നമുക്ക് എങ്ങനെയാ ഇപ്പൊ ഈ ഒരു ഫാമിലി പാക്ക് ആയിട്ട് അങ്ങനെ ഒക്കെ കിട്ടും? നമുക്ക് ഫാമിലി പാക്ക് കോംബോ സെറ്റ് ഉണ്ട്. ഓരോ സെറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് വെച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫാമിലി പാക്ക് എന്ന് പറയുമ്പോൾ റേറ്റിന് സെയിം റേറ്റ് ആണോ എങ്ങനെയാ? അതിന് പറ്റില്ല, സെയിം റേറ്റ് തന്നെ വന്നിട്ട്, പക്ഷെ നമുക്ക് ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു പ്ലേറ്റ്, ഒരു സ്പൂൺ, ഒരു ഗ്ലാസ്, അങ്ങനെ മിക്സ് ആയിട്ട് നമുക്ക് മിക്സപ്പ് ആയിട്ട് നമുക്കൊരു കോംബോ സെറ്റ്, ഫാമിലി കോംബോ സെറ്റ് നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ എത്ര ആൾക്കാരുണ്ട് അത്രയ്ക്ക് നമുക്കിവിടെ ഐറ്റംസ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗോഡൗൺ കാണിച്ചില്ലേ, നിറയെ സാധനങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഒരു സാധാരണ ഡബ്ബ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഇത് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് വരുന്നത്, നമ്മൾ നോർമൽ പ്ലാസ്റ്റിക് അല്ല വരുന്നത്. നോർമൽ പ്ലാസ്റ്റിക്കും അല്ല, അതിൻ്റെ മൂടിക്കും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അത് ഫുൾ റബ്ബറിൻ്റെ ആ ഒരു ലിഡ് വെച്ചിട്ട് എയർ ടൈറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഉണ്ടാവില്ല. ഫുൾ എയർ ടൈറ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇത് സ്ക്വയർ പ്ലേറ്റ് ആണ്. സ്ക്വയർ ടൈ, ഇത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അതും പല മോഡൽസിൽ വരുന്നുണ്ട് കേട്ടോ, പല രീതിയിലും വരുന്നുണ്ട്. വാവ്, നല്ല രസമുണ്ട് അല്ലേ? ഇതിൽ തന്നെ പല മോഡൽസ്, അതിന് 5 വ്യത്യാസങ്ങളായിട്ട് വരുന്നുണ്ട് അല്ലേ? ഇതാ 5, ഇത് 2 മോഡൽ വരുന്നുണ്ട്. ഇത് 2 എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് തന്നോ, ആ ഒരെണ്ണം കൂടി എടുത്ത്. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു 5 സെറ്റ്, ഇതാ 5 പീസ് എന്ന് ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. കുട്ടികൾക്ക് ഇതൊന്നും ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ തട്ടി കളയാനൊന്നും പറ്റില്ല കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പാത്രത്തിന്. ഇനി ഈ പാത്രം മാത്രം മതി, ഇത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് കൂടി ഉണ്ട്, അതും ഇവിടെ കിട്ടുമോ? അതും ഇങ്ങോട്ട് എടുത്തോ. ഇതാ, അപ്പൊ ഇതും ഇവിടെ അവൈലബിൾ ആണ്. അത് എനിക്ക് കൈവേദന എടുത്താണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുൾ 5 ഡിഫറെൻറ്റ് മോഡലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് നമുക്ക് പാത്രത്തിൽ തന്നെ കേട്ടോ. നമുക്ക് പ്ലേറ്റ്സ് തന്നെ വരുന്നത്. അപ്പോൾ പ്ലേറ്റായി. ഇനി പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണല്ലോ ഈ ഇരിക്കുന്നത്. നമുക്ക് തൈര് കടയാൻ, അങ്ങനെ തന്നെയല്ലേ പറയാം? ഇതാ ആ ഒരു സംഭവം ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ. ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു സ്പൂണിൻ്റെ പാക്ക്. പിന്നെ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ പിടിക്കാനുള്ളത് ഇല്ലാത്ത വരുമ്പോഴത്തേക്കും പക്കട് പോലെ പിടിക്കാനുള്ളത്. പിന്നെ ഇതൊക്കെ ഇവിടെ സൈഡിൽ ഇരിക്കട്ടെ. ഈ ഒരു സംഭവം പാത്രം കൊണ്ട് പാത്രം വീഴാറായി. ഞാൻ മൊത്തം അലങ്കോലാക്കിയില്ലേ, അതിവിടെ സെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ വീണ് പോകും. ഓക്കെ, വെച്ചോ. വാവ്, സൂപ്പർ. ഇതൊക്കെ പിടിക്കാൻ വലിയ നല്ല ക്വാളിറ്റി, നല്ല ഫിനിഷിങ്ങും ഉണ്ട് കേട്ടോ. എന്തായാലും ഓവറോൾ എനിക്ക് ഇഷ്ടമായി. ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് വറുത്തിങ്ങോട്ട് ഇട്ടാൽ മതി. ഇത് വറുക്കാൻ മാത്രമല്ല, നമുക്ക് എന്ത് കഴുകാനായാലും വെജിറ്റബിൾസ് കഴുകാനായാലും ഇതിൻ്റെ തന്നെ വലുതും ചെറുതും വെക്കാനും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പല സൈസ് അവൈലബിൾ ആണ്, പല വെറൈറ്റീസും അവൈലബിൾ ആണ്. ഇതാ ഇത് 2-3 മോഡൽ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇനി ഇത് കൂടാണ്ട് ഇപ്പോൾ നമുക്ക് വറുത്തിട്ട് കോരി ഇടാനായിട്ടുള്ള ഈ ഒരു ഇതിനെന്തോ പറയൂ കേട്ടോ, ഈ പേര് എനിക്കറിയില്ല. എന്തായാലും വറുത്ത് കോരാനുള്ളത് ചാര. ചാര എന്നങ്ങനെ പറയാന്ന് പറയണത് എന്തോ ആവട്ടെ. പക്ഷെ ഇത് വറുത്ത് കോരി ഇതിലിങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലിടണ്ട, ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത്. അങ്ങനെ ചെറിയ ചെറിയ പീസ് തൊട്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് വരുന്നത്. അടിപൊളി ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ചെറിയ ചെറിയ ഐറ്റംസിന് ഒരു സ്ഥലത്തേക്കും ഓർഡർ ഉണ്ടാവും. വീട്ടിലിരുന്നോണ്ട് കയ്യിലേക്കെത്തി. അതിന് പലതരം കയ്യിൽ
നമുക്ക് ചപ്പാത്തിക്ക് എടുക്കാൻ വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും തവിയോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും, എപ്പോഴും വെബ്സൈറ്റ് കയറിക്കൊണ്ടിരിക്കും. പിന്നെ ചില സമയത്തൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൂപ്പൺ കോഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചത് നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സംഭവം, ഇത് പ്ലാസ്റ്റിക് അല്ല, മൈക്രോവേവിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല സൈസിലിരിക്കുന്ന പാത്രങ്ങൾ. ഇപ്പം മൈക്രോവേവിൽ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂടി മാറ്റി വെച്ചിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പല സൈസിൽ അവൈലബിൾ ആണ്. ഒരു സിംഗിൾ പീസ് ആയിട്ടായാലും നമുക്ക് സെയിം മൈക്രോവേവിൽ യൂസ് ചെയ്യുന്നത്. വാവ്. അപ്പോൾ ബൗളായിട്ട് വേണമെന്ന് വെച്ചാൽ അതിൽ ഇവിടെ അതാ മൈക്രോവേവിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ സൈസസ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. പല സൈസ് ഉണ്ട്. ഇപ്പോൾ ഈ സൈസ് ഫുൾ കാണിക്കുന്നത് മേടിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, ഒരു സിംഗിൾ പീസ് ആയിട്ടായാലും കിട്ടും. ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക്കായി സ്റ്റീലായി, ഇനി കുറച്ച് ചില്ലിൻ്റെ ആയാലോ. ചില്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയം മാറി. ചില്ലല്ല, അക്രിലിക് മെറ്റീരിയലിൽ യൂസ് ചെയ്തിട്ടുള്ള, പക്ഷെ നമുക്ക് ആ ഗ്ലാസിന്റെ ആ ലുക്കും കിട്ടും, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാര്യങ്ങൾ. പിന്നെ ഇത് വുഡൻ്റെ ലിഡാണ് വരുന്നത്, അതും നല്ല എയർ ടൈറ്റോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് ചില്ലിൻ്റെ ഫീല് നമുക്ക് തരും, പക്ഷെ ചില്ലല്ല, ഒരു അക്രിലിക് ആ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഇതിനും പല സൈസസും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് വെറൈറ്റീസ് ആണ് വരുന്നത്, 2 വെറൈറ്റീസ്. പക്ഷെ ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെയിറ്റ് ആണ്, പക്ഷെ വെയിറ്റ് ഇല്ല കേട്ടോ. അപ്പം സ്റ്റീലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ പക്ക ക്വാളിറ്റിയാണ്. ഇതിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ചില്ലല്ല, ഇത് അക്രിലിക് ആയതുകൊണ്ട് തന്നെ വെയിറ്റ്ലെസ് ആണ്. എന്നാൽ ചില്ലിൻ്റെ ലുക്ക് കിട്ടും ചെയ്യും, നമുക്ക് നല്ല എയർ ടൈറ്റിൽ ഇരിക്കും ചെയ്യും അല്ലേ. ആഹാ, അതും പല ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതും സെയിം ആ ഒരു കണ്ടെയ്നർ നമുക്ക് പല മോഡൽ വരുന്നത് തിരിക്കണതും. ഇതിന് ഇത് അങ്ങനെയല്ല സംഭവം. എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സാധനം. അപ്പം എന്താണ് നമ്മളെ ഉള്ളിലുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഈ ഓട്ടക്കൂടെ പുറത്തേക്ക് വരുമോ. ഇനി ഓയിലും കാര്യങ്ങളും ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സംഭവം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡബയിലുണ്ട്. അതുപോലെ തന്നെ ഇതും അക്രിലിക്കിൽ തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവിടെ അളവ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു അളവ് അനുസരിച്ചിട്ട്. അപ്പോൾ ചില കുക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഇത്ര ഓയിൽ ഇടണം ഇത്ര ഓയിൽ ഇടണമെന്ന് പറയുമ്പോൾ അതിനുള്ള അളവ് കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലുള്ള കുക്ക് ചെയ്യണവർക്കാണെങ്കിൽ ഇത് സ്മോൾ ഓയിലിൻ്റെ വലിയത്, കുറച്ച് വലിയ ടൈപ്പ് വേണോ, കുറച്ച് ചെറിയ ടൈപ്പ് വേണോ, ഇനി അത് വേണ്ട, നമുക്ക് കുറച്ച് കണ്ടെയ്നർ ടൈപ്പ് ആയിട്ട് വേണോ, അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ ഐറ്റംസ്. ഇനിയിപ്പോൾ അത് വേണ്ട, നമുക്ക് ഈ ടൈപ്പ് ആയിട്ടുള്ളത് വേണോ, ഒക്കെ ഇവിടെ കിട്ടും. എവിടെ? വെബ്സൈറ്റിൽ. അപ്പോൾ വെബ്സൈറ്റിൻ്റെ പേര് നമുക്ക് പറയേണ്ട സമയമായി. അതെ, എന്താണ് പേര്? setbex.com, www.setbex.com എന്നുള്ള പേരിലാണ് നമുക്ക് വിൽക്കുന്നത്. സൈറ്റിലെ എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യുന്നത് എല്ലാതും. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പുതിയ സാധനങ്ങളൊക്കെ അതിൽ വന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് കണ്ടെയ്നർ, നമുക്ക് ടിഫിൻ ബോക്സ്, പല സൈസ് നമുക്ക് ടിഫിൻ ബോക്സ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് സാധാരണ നമ്മൾ കുട്ടികൾക്ക് പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഈ ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിൽ പെടുത്താനേ പറ്റില്ല. അല്ല, നമ്മൾ കുക്ക് വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്, സേഫാണ്. ഫുഡ് നമുക്ക് സേഫായിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കുക്ക് ചെയ്യുന്ന സേഫ് ഫുഡ് തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൽ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബോക്സും കൂടിയാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഫുഡ് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം. അതിൻ്റെ പല റെക്റ്റാങ്കിൾ ഷേപ്പിലുണ്ട്, റൗണ്ട് ഷേപ്പിലുണ്ട്. കുറച്ച് വലിയ ടൈപ്പ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു വലിയ ടൈപ്പിൽ ഇതാകുമ്പോൾ 3 എണ്ണത്തിൻ്റെ സെറ്റ് എടുക്കണം തോന്നുന്നു. എങ്ങനെയാണ്? ഒരു സെറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സോപ്പ് വെക്കാനുള്ളത് അല്ലേ, ഈ ഒരു സോപ്പ് വെക്കാനുള്ള സ്റ്റാൻഡിൽ നമുക്ക് സോപ്പ് വെക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇനിയാണ് നമ്മൾ കിച്ചൺ ടവൽ. ഇല്ലേ, ഇവിടെ കുറച്ച് വയർത്തിട്ടില്ലേ, ഇല്ലേ, ഇങ്ങനെ വയർത്ത് ഒഴുകണം. അപ്പോൾ അതിന് നമുക്ക് തുടയ്ക്കാനുള്ള ടവൽസ് ആണ് ഈ കാണുന്ന മൊത്തം ഐറ്റംസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക, ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ കൈയൊക്കെ ഉള്ളിലേക്ക് പോകില്ലേ, നല്ല സോഫ്റ്റ് ഫൈബ്രിക്കാണ്. ഏത് തൊട്ടാലും എനിക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇതെല്ലാം കോട്ടൺ പ്യുവർ പക്ക. പിന്നെ വേറൊരു സംഭവം എന്ന് പറയാനായിട്ട്, ഇപ്പോൾ ഈ കാണുന്ന എന്ത് പ്രോഡക്റ്റ് നമ്മൾ എടുത്താലും ഇത് കാണുമ്പോൾ നമുക്ക് വീവിങ് ആണ്, ഫുൾ വീവിങ് ആണ്, പ്രിന്റ് അല്ല. നോർമൽ നമ്മളിത് കാണുമ്പോൾ ഈ ഡിസൈൻസ് കാണുമ്പോൾ ഇത് പ്രിന്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ പ്രിന്റ് അല്ല, വീവിങ് ആണ്, ഫുൾ വീവിങ്ങോട് കൂടിയിട്ട്. അത് ഓപ്പൺ ചെയ്ത് തന്നെ കാണിച്ചു തരാം.
ഈ കാണുന്നത് ഫുൾ വീവിങ് കൊടുക്കും. വീവിങ് തന്നെ നമുക്കൊരു കോഫി. ഇത് ഫുൾ വീവിങ്ങിലാണ് കേട്ടോ വരുന്നത്. ഓരോരോ ഡിസൈൻസ് ഇത് കാണുന്നത് ഒക്കെ വീവിങ്, പക്ക കോട്ടൻ്റെ മെറ്റീരിയൽ, പല സൈസിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് അറിയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ ഏതാണ് വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും ഒന്നിന് സാധാരണ ചില വെബ്സൈറ്റിലൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, വെറുതെ ഇത് ഇത്രയെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാറാണ് പതിവ്. അതും ഇതിൻ്റെ പാക്കിംഗ് നോക്കുകയാണെങ്കിൽ നല്ല റോയൽ പാക്കിങ്ങിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് ബാത്ത് ടവലായിട്ടാണ് വരുന്നത്. ഇതില് എന്തൊക്കെ ടവലുണ്ട്? കിച്ചൺ ടവലുണ്ട്, ഇതിപ്പോ നാപ്കിൻസ് ആണ് വരുന്നത്. പിന്നെ ഒരു ഫേസ് ടവൽ പോലെ നമുക്ക് ജക്വാർഡ് ടവലായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് ശരിക്കും നമുക്ക് ജക്വാർഡ് എന്നും പറഞ്ഞിട്ടൊരു മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതും വീവിങ് തന്നെയാണ് കേട്ടോ. വീവിങ് അല്ല, വീവിങ്ങിന്റെ വേറൊരു ഇത് വീവിങ് ആണ് ഫുൾ വരുന്നത്. കണ്ടോ, വീവിങ്ങിലാണ് ചെയ്തിരിക്കണെന്ന് വെച്ചാൽ പ്രിന്റ് അല്ല, തുണിയോട് കൂടിയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് ജക്കാർഡ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് വരില്ല. വാഷ് ചെയ്താലും ഈ ഒരു ഡിസൈൻ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും മെഷീനിൽ ഇട്ടിട്ട് വാഷ് ചെയ്യാം. ഇപ്പൊ ഞാൻ ബാത്ത് ടവല് തുറന്നു, നല്ല വലുപ്പമുണ്ടല്ലോ. നല്ല വലുപ്പം. ആഹാ, ഇത് വെച്ചിട്ട് ഒരു ഡാൻസും കളിക്കാം കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ട്. അത്രയ്ക്ക് വലിപ്പമുണ്ട്. പിന്നെ ഈ കാണുന്നത് വീവിങ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ തോർത്തെന്നൊക്കെ പറയില്ല, അതിനേക്കാളും നല്ല വലിപ്പത്തിൽ ഉണ്ട് അല്ലേ, നോർമൽ തോർത്തിനേക്കാളും. അപ്പോൾ ഇതായി. ഇനി അതും ഒരു നാപ്കിൻ ആണ്, വഫിൽ നാപ്കിൻ എന്ന് പറയാം ഇതിന്. ഈ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഇതാ കുറച്ച് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലൈൻറ്റ് വരില്ല. പക്ഷേ ഇത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. ഇത് കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ആ തുണി അങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇനി ഇത് ഭയങ്കര സോഫ്റ്റ് വഫിൽ ബാത്ത് ടവൽ. ഇത് നമുക്ക് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കല്ല, എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അത്രയും സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. വൈറ്റ് ആയതുകൊണ്ടല്ല പറയണത്, ഇതിന്റെ പിടിക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ, ആ ഒരു. ഇതിന് 3 കളർ അവൈലബിൾ ആണ്. ഇപ്പൊ വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പല കളേഴ്സും പല ലെങ്ത്തിലും അവൈലബിൾ ആണ്. അതിന്റെ പാക്കിങ് ഇങ്ങനെയായിട്ടായിരിക്കും വരാം അല്ലേ? അതെ അതെ, എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഒരു റോയൽ പാക്കിങ്ങിനാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് കിച്ചൺ ടവലായിട്ട് യൂസ് ചെയ്യാം, കാർ വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം, തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ മൈക്രോ ഫൈബർ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ തുണി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സക്കായിട്ട് കംപ്ലൈന്റ് ഒന്നും വരില്ല. എങ്ങനെ വേണമെങ്കിലും വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാം. ഞാൻ സ്ഥിരം യൂസ് ചെയ്യണതാണ്. ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. ഇതും ഒരു സിംഗിൾ പീസായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ വലിപ്പം നോക്കിയാലോ, ഇതാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു പീസായാലും ഇനി നിങ്ങൾ വിചാരിക്കും ഈ ഒരു ചെറിയ ടവലിനും വെബ്സൈറ്റിൽ കയറിയിട്ട് മേടിക്കണോ, മേടിച്ചാൽ കറക്റ്റായിട്ട് എത്തുമോ? നമ്മൾ ആദ്യമേ പേയ്മെന്റ് എങ്ങനെയാണ്, COD ആണോ നമ്മൾ പേയ്മെന്റ് ആദ്യം തരണം? നമുക്ക് COD ഉണ്ട്, പ്രീപെയ്ഡും ഉണ്ട്, രണ്ടും ഉണ്ട്. അത് അപ്പം നിങ്ങളുടെ കൺവീനിയൻ്റ്. അപ്പോൾ COD അവൈലബിൾ ആണ്. നമുക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാങ്കേഴ്സ് വരുന്നുണ്ട്. ഇതാ, അതും വുഡിൻ്റെ ഫിനിഷിംഗ് ആണ്. പക്ഷെ വുഡല്ല, പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നല്ല ടൈപ്പ് പ്ലാസ്റ്റിക് കേട്ടോ. ഇനി ഇതാണെങ്കിലോ സ്റ്റീല്, നല്ല ടൈപ്പ് സ്റ്റീലിൽ വരുന്നത്. സ്റ്റീലിലൊക്കെ ഞാൻ കണ്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ സ്റ്റീല് കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ അല്ലേ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നത്. പക്ഷേ എന്തായാലും എന്തിനും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാങ്കേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അതും ചിലതിൽ 5 പീസ്, ചിലതിൽ 3 പീസ്, 12 പീസ്, 6 പീസ് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം വെബ്സൈറ്റിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കയറി നോക്കിയാൽ മതി. ഇത് കിച്ചൺ ടവലിന്റെ തന്നെ മിങ്കോ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. ഡിങ്കോ മിങ്കോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, പേരാണ് വരുന്നത്. ഓക്കെ, ഇതും ശരിക്കും ആ ഒരു മൈക്രോ ഫൈബറിന്റെ ആ ഒരു വരും. നമുക്ക് നല്ല അബ്സോർബന്റ് ആണ്, കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇതും ഉണ്ടല്ലോ, ഇതും മൈക്രോ ഫൈബർ തന്നെയാണ് വരുന്നത്. അത് പ്ലെയിൻ ആയിരുന്നു നമ്മൾ കണ്ടത്. ഇതാവുമ്പോ കുറച്ച് പ്രിന്റ് ആണ് അല്ലേ, പ്രിന്റഡ് ആണ്. കുറച്ച് ഒരു ഡിഫറെന്റ് ലുക്ക്. കുട്ടികൾക്കൊക്കെ ഇനി ക്ലീൻ ചെയ്യണം എന്ന് പറയുമ്പോൾ മടിയുള്ളവർക്കാണെങ്കിൽ ഇത് മേടിച്ചു കൊടുക്കാം. കുട്ടികളെ ഇത് കണ്ടിട്ട് ക്ലീൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് മാറ്റുകളുടെ പല ഡിസൈൻസ് അല്ലേ. ഇതാ പല ഡിസൈൻസ്. ഇത് ബാത്റൂം അവിടേക്ക് കൂടുതൽ യൂസ് ആയിരിക്കും നല്ലത്. വെള്ളം അബ്സോർബ് ചെയ്യും അല്ലേ കൂടുതൽ. ഇതാ, അത് പല പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കംപ്ലൈന്റ് വരില്ല കേട്ടോ. അങ്ങനെ കാല് വെക്കുമ്പോഴേക്ക് തന്നെ വെള്ളം പോയിക്കോളും. അതെ,
അത് ക്വാളിറ്റി ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്രിപ്പ് ഉള്ളതാണ്. വെച്ച അവിടെ അങ്ങോട്ട് കിടന്നോളും, ഒരു സ്ഥലത്ത് ഇത് അനങ്ങാൻ പോകുന്നില്ല. അപ്പൊ ഗ്രിപ്പുള്ള ഫ്ലോർ മാറ്റ് എന്താ ഫ്ലോർ മാറ്റ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതും സിംഗിൾ പീസ് ആയിട്ട് കിട്ടും, ക്വാളിറ്റി ഉള്ളത് കിട്ടും. പല മോഡൽസ് പല പ്രിന്റിൽ അവൈലബിൾ ആണ്. ഇത് കാണിക്കാൻ നിന്നാൽ തീരില്ല, കാരണം അത്രയധികം പ്രിന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഫ്ലോർ മാറ്റായി. പക്ഷേ ഇനിയിപ്പം മാർക്കറ്റിലേക്ക് പോകാനായിട്ടുള്ള ബാഗ് വേണ്ടേ? ഈ ഒരു ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പക്ക കോട്ടണിൽ ഫുൾ വീവിങ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാം. നമുക്കൊരു പൗച്ച് ബാഗ് പോലെ വരുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു ഇതാ. പിന്നെ ഫുൾ വീവിങ് ആണ് അത്. പിന്നെ കോട്ടൺ, പക്ക കോട്ടണിലാണ്, നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പോവല്ലേ സാധാരണ ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ ജീൻസ് ഒക്കെ ഇടുമ്പോൾ അതിനും മാച്ച് ആവുന്ന വിധത്തിലുള്ള ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗ്. അതിൽ പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിന്റെ ഡിസൈൻസ്, വെറൈറ്റി ഡിസൈൻസ്. കൂടുതൽ ഡിസൈൻസ് കാണുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ആ ഇവിടെയും കുറെ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, അടിപൊളി. അപ്പൊ ഈ കിച്ചൺ റാക്കും കൊടുക്കാനുള്ളതാ? അതെ, ഇതും സൈറ്റിൽ നമുക്ക് അവൈലബിൾ, ഇതും അവൈലബിൾ ആണ്. അപ്പൊ ഇതിന് തന്നെ സെപ്പറേറ്റ് സൈസസ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സൈസ് മാത്രം അവൈലബിൾ ആണ്? നമുക്ക് പല സൈസും വരും, വന്നും പോയി നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരു സൈസ് പറയാൻ പറ്റില്ല. ഓക്കെ, വന്നും പോയി നിൽക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ഡിസ്പ്ലേ ഏരിയയിലാണ്, അല്ലെങ്കിൽ ഇവരുടെ ഷൂട്ട് സെക്ഷൻ ഏരിയയിലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഗോഡൗൺ വരുന്നത് താഴത്തെ ഫ്ലോറിലാണ്. അവിടെയും നിറയെ സ്റ്റോക്കാണ് ഇരിക്കുന്നത്. ഇനി ഇത് ബാത്ത് ടവലൊക്കെ വെക്കുന്ന ഗോഡൗണിലേക്ക് നമുക്കൊന്ന് പോവാം. അവിടെയും കുറെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. സിംഗിൾ പീസ് ഇതൊക്കെ മേടിക്കാനുള്ള ഓൺലൈൻ വെബ്സൈറ്റ് www.setbacks.com. അപ്പൊ ഇത് സാധാരണ വെബ്സൈറ്റ് ഒക്കെ അടിച്ചു കൊടുക്കണം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാലോ? അതെ, മൊബൈൽ വേണോ അതിന്? എന്റെ തന്നെ വേണോ? ഓക്കെ, ആ ഓക്കെ, അടിച്ചു കൊടുക്കാം. സെറ്റ്ബാക്സ് എന്ന് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു ഹോം പേജ് ആണ്. ഇതാണ് ഹോം പേജ് വരുന്നത്. ഹോം പേജ് ആണ്, ഇതാണ് വെബ്സൈറ്റിന്റെ പേര് വരുന്നത്. അപ്പൊ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് മൊത്തം കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്. ടീ ടവൽസ് ഉണ്ട്, ബാർ ടവൽസ് ഉണ്ട്, ടോട്ട് ബാഗ് ഉണ്ട്. അപ്പൊ ഈ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അതിന് ഇവിടെ എന്താ സംഭവം? ഇത് നമുക്ക് ഡീൽസ് ആയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡീൽസും ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കാണാം. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ കാണിച്ചതാവില്ല, ചിലപ്പോൾ നാളെ കാണാം, നാളെ വേറെ പുതിയതായിരിക്കും വരുന്നത്. അപ്പൊ എപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരിക്കുക എന്താണ് പുതിയ ഓഫേഴ്സ്, ഡീൽസ്. ചിലപ്പോൾ 50% ആയിരിക്കും, ചിലപ്പോൾ 90% ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അതെ, ഇപ്പൊ നമ്മൾ റിംഗ് ഹാൻഡ് എടുക്കുമ്പോൾ ഇതിന്റെ സൈസും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പം 1.5 ലിറ്റർ ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ലിമിറ്റഡ് ടൈം ഓഫറാണ്. പിന്നെ നമുക്ക് കിച്ചൺ ആൻഡ് ഡൈനിങ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. കുക്ക് വെയർ സെറ്റ് വരും. ഇനി ഇത് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രോഡക്റ്റ് എടുക്കുക, അതിപ്പം ആഡ് ടു കാർട്ട് കൊടുക്കുക, ഇതിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതിന് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് COD അവൈലബിൾ ആണ്, പ്രീപെയ്ഡ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ നമുക്ക് ഷിപ്പിങ്ങിന്റെ കാര്യം എങ്ങനെയായിരിക്കും? ഷിപ്പിംഗ് വരുന്നത് 500 മുകളിലുള്ളതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്, ഓൾ ഓവർ ഇന്ത്യ. എവിടെ നിങ്ങൾ ഇരുന്നാലും നിങ്ങളുടെ വാതിലിന്റെ മുന്നിൽ ഒരു ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഞാൻ സാധനം കയ്യിലേക്ക് എത്തി. അപ്പൊ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഒന്നുകൂടിയും ഒരു മെയിൻ പേജ് എടുത്ത മെയിൻ പേജ് സെറ്റ്ബാക്സ് അടിച്ചു കൊടുത്തേ. എങ്ങനെയാ അടിച്ചു കൊടുക്കണമെങ്കിൽ കൂടി നോക്കാം. www.setbacks.com എന്നടിക്കുക, നമുക്ക് സൈറ്റ് കിട്ടും. അപ്പൊ ഇതാണ് സൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് എടുത്തു വെച്ച ആ ഒരു സൈറ്റ് ആണ് കേട്ടോ കാണുന്നത്. ലാസ്റ്റ് നമ്മൾ എങ്ങനെയാ ചെക്കൗട്ട് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു സൈറ്റ് കേട്ടോ. അപ്പൊ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ അതെ, ശരിക്കുള്ള മെയിൻ പേജ് വന്നു. ഇതാണ് മെയിൻ പേജ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടവലിൻ്റെ ഗോഡൗൺ അവിടേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഇത് കാണുന്നത് ഓഫീസ് ഏരിയ ആണ്. ഇവിടെയാണ് ബില്ലിങ് കാര്യങ്ങളും എല്ലാം കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കിച്ചൺ ടവൽസിന്റെ സ്റ്റോർ ആണ് വരുന്നത്. ഇതാണ് നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ കിച്ചൺ ടവൽസും കാര്യങ്ങളും സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ബൾക്ക് ആയിട്ട് ഒരേ കളറിൽ ഒരേ ഡിസൈൻസിൽ ഇത്ര അധികം സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പൊ ഈ ഫുൾ സ്റ്റോക്കില് നമുക്ക് ഒരു പീസ് ആയാലും കിട്ടും അല്ലേ? നമ്മളിത് ഇപ്പം കിച്ചൺ ടവൽസ് 4 സെറ്റ് ആണ് വരുന്നത്. 4 പീസസിന്റെ സെറ്റ് ആയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണ് എടുക്കേണ്ടത് അല്ലേ? അപ്പൊ അങ്ങനെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് മൈക്രോ ഫൈബറിന്റെ ഇതാ
ഇത് കാറ് തുടയ്ക്കാനും അതുപോലെ നമ്മുടെ ഗ്ലാസ് ടേബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ അതൊക്കെ തുടയ്ക്കാനും, കാരണം സ്ക്രാച്ചസ് വരില്ല ഈ ഒരു മൈക്രോ ഫൈബർ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഓരോന്നിനും വ്യത്യാസങ്ങൾ. ചിലതിൽ ഇപ്പോൾ സെറ്റ് എന്ന് പറയുമ്പോൾ 4 പീസിന്റെ സെറ്റ് ആയിരിക്കും, ചിലത് 3 പീസ് ആയിരിക്കും. അത് ഓരോ ദിവസവും ഡിപ്പെൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും എന്താണ്, കാരണം വെബ്സൈറ്റ് ആണ് എപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയണത്, കാണിച്ചതേ ഞങ്ങൾ തരും. ആ ഒരു കാര്യത്തിന് ഉറപ്പ് പറയാം. അപ്പൊ ഇത് ഫുൾ കിച്ചൻ്റെ ടവൽസും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഫുൾ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്താ, ഇതിപ്പം കിച്ചന്റെ സ്റ്റീൽ ഐറ്റംസിന്റെ എല്ലാം. അപ്പൊ നേരത്തെ നമ്മൾ ഗോഡൗൺ കണ്ടതോ ഉണ്ട്, ഇത് കുറച്ചുകൂടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്. ഓക്കെ, ഇത് കുറച്ചുകൂടി അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ സ്റ്റോക്ക് വരുന്നു, അവിടെ നിന്ന് കയറ്റി ഇങ്ങോട്ട് വെക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ കഴിക്കുന്ന നിറയെ നോക്കി ഫുൾ കാണുന്നത് മൊത്തം നമുക്ക് കിച്ചന്റെ ഐറ്റംസ് ആണ് വരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്കിപ്പോ 51 പീസിന്റെ ഒരു കുക്ക് വെയർ സെറ്റും അവൈലബിൾ ആണ്. ഓ, അതിപ്പോ ഇവിടെ ഇല്ല. അത് വേറെ താഴെ ഉണ്ട്, നമ്മൾ അത് എടുക്കാൻ പറഞ്ഞില്ലേ. അപ്പൊ 51 പീസിന്റെ ഡിന്നർ സെറ്റ് അവൈലബിൾ ആണ്. അത് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി, അപ്പൊ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ ഇത് എന്താ സംഭവം, അത് വാട്ടർ ബോട്ടിൽ. ഇതും കിട്ടൂലേ? അതെ, ഇത് 1 ലിറ്റർ, നമുക്ക് 1/2 kg. 1/2 kg ഉണ്ട് എന്ന് വെച്ചാൽ 1/2 kg അല്ല, 500 ലിറ്റർ പകുതി 500 ml കേട്ടോ. ഞാനും തെറ്റിച്ചു, എന്റെ ഇയാളുടെ കൂടെ നിന്ന് ഞാനും പോയി മൊത്തത്തിൽ. അപ്പൊ 500 ml 1 ലിറ്റർ. അപ്പൊ ഇതിൽ പ്രിന്റ്സ് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ പ്രിന്റുകളൊക്കെ നിങ്ങൾ എങ്ങനെയാ കസ്റ്റമൈസ് ചെയ്തെടുക്കും. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഈ കാണുന്നത് ഡിസ്പ്ലേ മാത്രമാണ്, ഇതിനുള്ളിൽ നിറച്ച് കുപ്പികളാണ് അല്ലേ. പിന്നെ നോൺ സ്റ്റിക് പാത്രങ്ങളും അവൈലബിൾ ആണ്. ഇത് അപ്പക്കാരം ഇവിടെ പറയും, നമ്മുടെ ഭാഷയിൽ പറയാം. അപ്പൊ എവിടെ സ്ഥലം ഏകദേശം ഒരു ഭാഷ കേട്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ പറയുന്നത് കുഴപ്പം ചട്ടി, കുഴപ്പം പാത്രം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം, ചില സ്ഥലത്ത് കുഴപ്പം പറയും, ചില സ്ഥലത്ത് ഉണ്ണിയപ്പം പറയും. ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഇതൊരു തവ ഇവിടെ പല റേഞ്ചിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം നല്ല കനമുണ്ടല്ല, നല്ല കനമുള്ളതാട്ടോ. നല്ല പിന്നെ നോൺ സ്റ്റിക്കി ആണ് കണ്ടോ. ബാക്ക് സൈഡൊക്കെ നോക്കിയേ, അടിപൊളി. ഇത് 5 mm ആണ് വരുന്നത്, ഇത് 3 mm ഇത് 5 mm തിക്നെസ്സിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദോശ ചുട്ട് കഴിഞ്ഞാൽ നല്ല ചുട്ടോടെ ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല അടി പിടിക്കാണ്ടൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാകുമ്പോ 3 mm. ഓക്കെ, അപ്പൊ ഇതും സിംഗിൾ പീസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിനും നമുക്ക് എത്ര mm എന്താണെന്നൊക്കെ വെബ്സൈറ്റിൽ നമുക്ക് കയറി അറിയാൻ പറ്റും അല്ലേ. അപ്പൊ ഇതാണെങ്കിൽ ലിഡ് ഉള്ളതാ. ഓക്കെ, ഇതാണെങ്കിൽ വിത്ത് ലിഡ് അടക്കം വരുന്നത് കേട്ടോ. അപ്പൊ ലിഡ് ഉള്ളതുണ്ട്, ലിഡ് ഇല്ലാത്തതുണ്ട്. ഈ മോഡൽ വരുന്നുണ്ട്, ഇങ്ങനത്തെ റൗണ്ട് മോഡൽ വരുന്നുണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ സെപ്പറേറ്റ്, ആ പ്ലേറ്റുകൾ നമ്മൾ അവിടെ കണ്ട ആ പ്ലേറ്റ് ആണോ ഇത്? അതെ, ഇത് ഡിഫറെന്റ് പ്ലേറ്റസ് വരും. ഓക്കെ, അതും സെപ്പറേറ്റ് പാക്കിങ്ങോട് കൂടിയിട്ടാണ് അല്ലെ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഓരോ പാത്രത്തിന്റെ ലിഡ് സെപ്പറേറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കാണുന്ന മൊത്തം ചുവപ്പ് എന്താ, ഇതെല്ലാം മിൽക്ക് പാൻസ് ആണ് വരുന്നത്. നമുക്ക് പല റേഞ്ചിലുള്ളതുണ്ട്, പല റേഞ്ച് പല സൈസില്. അത് ചെറിയ സൈസ് തൊട്ട് ഹാൻഡിൽ കളർ വ്യത്യാസം വരും, റെഡും ബ്ലാക്കും വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. ഇനിയിപ്പോ നാളെ എന്ത് കളറാ വരാന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ വെബ്സൈറ്റിന്റെ പേര് ഒന്നുകൂടി പറയാണ്, www.zbex.com എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ കാണിച്ച എല്ലാത്തിന്റെയും വിത്ത് പ്രൈസ് അടക്കം അതിന്റെ മെഷർമെന്റ് ഡീറ്റെയിൽസ് എല്ലാം അടക്കം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം, ഓഫേഴ്സാണ്. പിന്നെ ഷെൽമി 5 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ, അത് എവിടെയാണ് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം? ഇത് നമുക്ക് ചെക്ക്ഔട്ട് പേജിൽ അത് കാണിക്കാൻ മറന്നു. അപ്പോൾ അത് എവിടെയാണ് കൂപ്പൺ കോഡ് ഇടേണ്ടത് നോക്കാം. നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചെക്ക്ഔട്ട് ചെയ്തു, ഇതിലെവിടെയോ കൂപ്പൺ കോഡ് ഇടേണ്ട സ്ഥലമുണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് കോഡിൽ നമുക്ക് ഷെൽമി 5 അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് 5%, നമുക്ക് എത്ര എമൗണ്ട് വെച്ചാൽ അതിൻ്റെ 5% ഡിസ്കൗണ്ട് വരെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് ഇപ്പോൾ നല്ലൊരു ഓഫർ സമയമാണ്, മറക്കണ്ട. പിന്നെ ഇത് കൂടാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും, ഓരോ സീസൺ സമയത്ത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ് അല്ലേ. അപ്പോൾ ബൈ.